ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഇന്ത്യ ബ്രസീൽ ബന്ധത്തിൽ ബ്രസീൽ ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ആപ്ലിക്കേഷൻ ബ്രസീൽ നടപ്പിലാക്കാൻ അവർ തയ്യാറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയതാണ്. ഇത് വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൂടിയാണ് ഡിജിറ്റൽ ഇന്ത്യ പ്രോജക്റ്റിൽ. ഇന്ത്യയും അമേരിക്കയുടെ എലൈറ്റ് ഫോഴ്സും തമ്മിൽ ചേർന്ന് ഹിമാചൽ പ്രദേശിൽ വായുശക്തി സ്പെക്ടാക്കിൾ എന്നുള്ള പേരിൽ ഒരു ജോയിൻറ്റ് എക്സസൈസ് നടത്തുകയാണ്. ഹിമാചൽ പ്രദേശിൽ വിജയപ്രഹാറിലാണ് ഈ പ്രാക്ടീസ് നടത്തുന്നത്. ഇന്ത്യയുടെ ആർമിയും അമേരിക്കൻ ആർമിയും ചേർന്ന് നടത്തുന്ന 16ാമത്തെ എക്സസൈസാണിത്, 16th എഡിഷൻ. പാകിസ്ഥാൻ ചൈനയുടെ J-17 ഫൈറ്റർ ജെറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ 200-ലധികം ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിൽ വെച്ചിട്ട് J-17 നിർമ്മിക്കാനും അത് ആഫ്രിക്കൻ റീജിയനിലുള്ള അറബ് രാജ്യങ്ങൾക്കുടനീളം വിറ്റഴിക്കാനുമുള്ള മാർക്കറ്റ് കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് പാകിസ്ഥാൻ. അതായത് അവരിപ്പം ഇതാണ് നമ്മുടെ ഒരു വരുമാന മാർഗം എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ ചൈന അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ $70 ബില്യൺ അവർക്ക് നഷ്ടമാണ് ഇവിടെ ഈ CPEC കോറിഡോറിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ റിക്കവർ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യും. ചൈനയുടെ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതാണ് അവരുടെ മെയിൻ ജോലി, ചൈനയുടെ മാർക്കറ്റിംഗ് ഏജൻസി. J-17 ഫൈറ്റർ ജെറ്റ് അവർക്ക് എവിടെ വേണമെങ്കിലും പോയി വിൽക്കാം. അതാണ് ഇപ്പം ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഫ്രീഡം, അവർ റോയൽറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് പാകിസ്ഥാൻ ഇപ്പം J-17 പ്രചാരകരായിട്ട് ലോകമെമ്പാടും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കായാലും ശരിയാണ്, എല്ലാവരും J-17 എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ കൂവി വിറ്റുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില 1-2 എഗ്രിമെൻറ്റുകളൊക്കെ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിലൊരു രഹസ്യ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാനികളുടെ മേളിലും അഫ്ഗാനിസ്ഥാൻ്റെ മേളിലും ഈ J-17 ഉപയോഗിച്ചുകൊണ്ട് ബോംബിംഗ് നടത്താൻ രഹസ്യമായി ഇവർ തമ്മിൽ ധാരണയായിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതായത് J-17 പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ ഒരു പുതിയ ഐഡിയ ആണ്. അതായത് ഇവിടെ അഫ്ഗാനിസ്ഥാനിലും ഇവിടെ ബലൂചിസ്ഥാനിലൊക്കെ പോയി ബോംബിടുക, സ്വന്തം രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് മേളിൽ തന്നെ ബോംബിട്ടുകൊണ്ട് വേണം അവർക്ക് ചൈനയുടെ J-17 എഫക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ. അതങ്ങനെ തെളിയിച്ചുകൊണ്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ച് ലോകത്ത് J-17 വിൽക്കാനുള്ള തത്രപ്പാടിലാണ് പാകിസ്ഥാൻ. MKU ലിമിറ്റഡ് എന്ന് പറഞ്ഞ കാൺപൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിഫൻസ് കമ്പനി മൊറോക്കോയിൽ ഒരു ഡിഫൻസ് ഫാക്ടറി നിർമ്മിക്കാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മൊറോക്കോയിൽ ഒരു ഇന്ത്യൻ ഡിഫൻസ് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനി മൊറോക്കോയിൽ, ടാറ്റ അവിടെ ഓൾറെഡി തന്നെ ഒരു സ്ഥാപനം ഇട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് അടുത്ത് രണ്ടാമത് പോകുന്നത് MKU എന്ന് പറഞ്ഞ കാൺപൂർ ബേസ്ഡ് കമ്പനി മൊറോക്കോയിലേക്ക് ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാണ്. ചൈനയുടെ ഫൈറ്റർ ജെറ്റും അമേരിക്കയുടെ F-16 ഫൈറ്റർ ജെറ്റും ഫേസ് ഓഫിലെത്തിയിരുന്നു ഇന്നലെ. കൊറിയൻ പെനിൻസുലയുടെ അടുത്ത് ചൈനീസ് ഫൈറ്റർ ജെറ്റും US-ൻ്റെ F-16 ഫൈറ്റർ ജെറ്റും നേർക്ക് നേർ കൂട്ടിമുട്ടുന്ന സാഹചര്യത്തിൽ എത്തി എന്നാണ് വാർത്ത. കൊല്ലേഷനൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇവർ രണ്ടുപേരും ആ സ്ഥലത്ത് മത്സരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധേയമായി നോക്കി കാണേണ്ടത്. ചൈനയും അമേരിക്കയും. സിറിയ ഇസ്രായേലിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഫെബ്രുവരി 1 മുതൽ ഇന്ന് ഫെബ്രുവരി 24 വരെ ഈ 24 ഡേയ്സിനുള്ളിൽ 41 അറ്റാക്കാണ് ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ നടത്തിയത്. സസ്പീഷ്യസ് സൈലൻസ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തുകൊണ്ടല്ല ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. എന്നാലും ഡമസ്കസ്, ഞങ്ങൾ സിറിയയിലുള്ള അഹമ്മദ് അൽ ഷറയുടെ ഭരണകൂടം അവർ നിശബ്ദത പാലിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇസ്രായേലിനോടൊരു മത്സരം വേണ്ട എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണ് അവർ തീരുമാനിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പുണ്യാളന്മാരാണെന്നാണ് അവർ പറയുന്നത്. ഇറ്റ് മീൻസ് ഞങ്ങൾ ISISകാരാണെങ്കിലും ഞങ്ങൾക്ക് ആ മാന്യതയുണ്ട്, ഞങ്ങളുടെ രാജ്യത്ത് കയറി അനാവശ്യമായിട്ട് ആക്രമണങ്ങൾ ഇനി നടത്തരുത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് സിറിയ അവരുടെ പൊസിഷൻ എടുക്കുകയാണ് കൃത്യമായിട്ട്. ഞങ്ങളൊരു സോവറൈൻ സ്റ്റേറ്റ് ആണ്, ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ആയുധക്കടത്തുണ്ട് എന്ന് എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെടുന്നെങ്കിൽ അതിന് തെളിവ് സഹിതം ഞങ്ങളെ ധരിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ സിറിയയും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കി ഇതിൻ്റെ പുറകിൽ നന്നായി ഇരുന്ന് ചരട് വലിക്കുന്നുണ്ട്. തുർക്കിയുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് ഈജിപ്തിലേക്ക് തുർക്കി നടത്തുന്ന ആയുധ കരാറുകൾ, തുർക്കി പെട്ടെന്ന് ആയുധങ്ങൾ കൊടുക്കും ഈജിപ്തിന്. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിൻ്റെ ചുറ്റിലും ഒരു ഡിഫൻസ് ബിൽഡപ്പ് വരുന്നത് ഇസ്രായേൽ താല്പര്യപ്പെടുന്നില്ല. അതാണ് പ്രധാനമായിട്ട് തുർക്കിയും കൂടി ഇപ്പം എതിർത്തുകൊണ്ടിരിക്കുന്നത്. തുർക്കിക്ക് ഒരു കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ നേരെയാവും എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഈ വിഷയം ഡൊണാൾഡ് ട്രംപുമായിട്ട്
ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ലാസ്റ്റ് വീക്ക് അമേരിക്ക സന്ദർശിച്ചപ്പോഴത്തേക്കും വളരെ സ്ട്രെസ് ചെയ്ത് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങളെ തുടർന്ന് ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ദർ ആർ നോ ഓപ്ഷൻസ് ലെഫ്റ്റ് ബട്ട് റെസിസ്റ്റൻസ് എന്ന്. അവർ പറയുന്നത് അവർ നിസ്സഹായരാണ്, ലെബനാൻ്റെ ജനങ്ങൾ എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത്. അല്ലാതെ ഹെസ്ബുള്ളയെ കുറിച്ചല്ല ഹെസ്ബുള്ള പറയുന്നത്. വേറെ ഒരു മാർഗവുമില്ല, ചെറുത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം. ഞങ്ങൾ വേണ്ടുവോളം സഹിക്കും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇനിയും ശക്തിയുണ്ട്, പക്ഷെ തിരിച്ചടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഹിസ്ബുള്ളയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാനുമായിട്ട് സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഖത്തറിൻ്റെ ബേസിൽ നിന്നും ബഹ്റൈൻ്റെ ബേസിൽ നിന്നും നൂറുകണക്കിന് സോൾജേഴ്സിനെ അവിടെ നിന്ന് പുൾ ചെയ്തിട്ടുണ്ട്. ഇവരെ എടുത്തുകൊണ്ട് എവിടെ കൊണ്ടുപോയി നമുക്കറിയില്ല. ഒരു പക്ഷേ യൂറോപ്പിൻ്റെ സൈഡിൽ സൈബീരിയ, പോർച്ചുഗൽ, സ്പെയിൻ ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബേസിൽ കൊണ്ട് നിർത്താനോ എന്നറിയില്ല. പക്ഷേ ഇപ്പം ബഹ്റൈനിൽ നിന്നും അതുപോലെ ഖത്തറിൻ്റെ ബേസിൽ നിന്നും നൂറുകണക്കിന് US ട്രൂപ്പിനെ അവർ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധങ്ങൾ തുടങ്ങുന്നു എങ്കിൽ അമേരിക്ക ശരിക്കും ഒരു 10,000 സോൾജേഴ്സിനെയാണ് ആദ്യഘട്ടത്തിൽ യുദ്ധം തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ വിന്യസിക്കുക വെസ്റ്റ് ഏഷ്യയിൽ. ഇത്തവണ വെസ്റ്റ് ഏഷ്യയിൽ 30,000 മുതൽ 40,000 സോൾജേഴ്സിനെയാണ് ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത്. 30,000 മുതൽ 40,000 ചെറിയ നമ്പറല്ല. ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ബേസിൽ നിന്നും മറ്റൊരു ബേസിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ മീനിങ്. അതാണ് മനസ്സിലാക്കേണ്ടത്. വെസ്റ്റ് ഏഷ്യയിൽ, അത് മിഡിൽ ഈസ്റ്റിൽ ഏതാണ്ട് 13 ബേസുകളിലായിട്ട് 30,000 മുതൽ 40,000 സോൾജേഴ്സിനെയാണ് ഇത്തവണ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. DW എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ, ആ ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടറെ തുർക്കിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് ഈ DW ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുർക്കി. ജർമ്മനിയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് ചാനലാണ് DW എന്ന് പറയുന്നത്. ആ ജർമ്മനിയുടെ ഒഫീഷ്യൽ ചാനലിലെ മാധ്യമപ്രവർത്തകനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുർക്കി. അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ക്രിയേറ്റ് ആവുകയാണ് ഇപ്പം. ഫെബ്രുവരി 19-ാം തീയതിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അലിക്കാൻ ഉലുഡാഗ് എന്ന് പറഞ്ഞാണ് ഇയാളുടെ പേര്. അതായത് ഇയാൾ ISISനെ കുറിച്ച്, അതേപോലെ തുർക്കി പൗരന്മാരെ കുറിച്ചുമുള്ള ഒരു പ്രസ്താവന, ഇവർക്ക് ISISുമായിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ISISകാരുമായിട്ട് ഇവർ നിരന്തരം ഫൈറ്റ് ഉണ്ടാക്കുന്നതെന്നോ, ഈ ISISകാരായിട്ട് മാറിയിരിക്കുന്നതും തുർക്കി പൗരന്മാരാണ് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾക്ക് മേളിൽ ഈ ചാർജ് എടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തുർക്കി അതോറിറ്റി ഇതിനെ ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രഹസ്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടൊക്കെ പുള്ളിയെ അവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യുമായിരിക്കാം. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ജോർദാനാണ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കീ ബേസ് ആയിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് അറബ് ലോകത്തിലെല്ലാം തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. ഇറാനും ഈ വിഷയത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതായത് അമേരിക്ക ഇറാന് മേൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇറാൻ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ജോർദാൻ ബേസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.